ക്ലോക്കിലെ സമയം സാധാരണ മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. ഒരു ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് അഞ്ച് 20 അങ്ങനെയെങ്കിൽ ഒരു കണ്ണാടിയിലെ പ്രതിബിംബത്തിനകത്തുള്ള സമയം എന്ന് പറയുന്നത് 11:60 നിന്ന് 5:20 കുറയ്ക്കുക. അപ്പോൾ 0, 6 2 പോയാൽ 4, 15 പോയാൽ 6, 6:40 ആയിരിക്കും അതിൻ്റെ പ്രതിബിംബ സമയം. അപ്പോൾ അതുപോലെ നമുക്ക് മറ്റൊരു കണക്ക് നോക്കാം. ഒരു ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 6:40 വിചാരിക്കുക. അപ്പോൾ പ്രതിബിംബത്തിൻ്റെ സമയം 11:60 നിന്ന് 6:40 കുറയ്ക്കുക. അപ്പോൾ 0, 6 4 പോയാൽ 2, 16 പോയാൽ 5. അപ്പോൾ പ്രതിബിംബത്തിലെ സമയം എന്ന് പറയുന്നത് 5:20. അപ്പോൾ ഇത് ഒരു ക്ലോക്കിലെ സമയം തന്നാൽ അതിൻ്റെ പ്രതിബിംബത്തിൻ്റെ സമയം കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് 11:60 നിന്ന് തന്നിരിക്കുന്ന ക്ലോക്കിലെ സമയം കുറച്ചാൽ മാത്രം മതി. ആ കിട്ടുന്ന സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ ആ സമയമായിരിക്കും നമ്മുടെ കണ്ണാടിയിലെ പ്രതിബിംബം. ഓക്കെ, താങ്ക് യു.